അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറെ പ്രതീക്ഷയോടെ തൻ്റെ പ്രിയപ്പെട്ട മുഹ്സിനിയെ കാണുവാൻ വേണ്ടി നാട്ടിലേക്കെത്തിയ സിനാന് വല്ലാത്തൊരാഘാതമാണ് ഏൽക്കേണ്ടി വന്നത്. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ പ്രിയപ്പെട്ട മുഹ്സിനിയെ കൊണ്ടുപോയിരിക്കുന്നു അവളുടെ വീട്ടിലേക്ക്. അവളെ അവർ വിട്ടുതരുന്നില്ല. അല്ലെങ്കിലും അവരെങ്ങനെ വിട്ടുതരാൻ? എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഉമ്മയും ചെയ്ത ആ ഒരു അവൾക്കെതിരെയുള്ള അക്രമം അങ്ങനെയല്ലേ? അവളുണ്ടായിട്ടും മറ്റൊരു പെണ്ണിനെ നിക്കാഹ് കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവളെ വിഷമിപ്പിക്കുക. ഏതെങ്കിലും പെണ്ണ് സഹിക്കോ? എന്തൊക്കെ തന്നെയാലും എൻ്റെ അളിയൻ ഒരു ഉസ്താദായതുകൊണ്ടും തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് അടി കിട്ടിയില്ല. അതുതന്നെ വലിയ കാര്യം. അല്ല എങ്കിൽ അളിയന്മാരിൽ നിന്ന് അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഈ രീതിയിലുള്ള ചെറ്റത്തിൽ ചെയ്തതിന് അദ്ദേഹത്തിൻ്റെ മാന്യത കൊണ്ട് മാത്രം, കുറച്ച് സങ്കടം കൊണ്ട്, ദേഷ്യം കൊണ്ട് എന്നെ ചീത്ത പറഞ്ഞു എന്നല്ലാതെ ഒരിക്കലും അയാൾ വേണ്ടാത്തതായിട്ട് ഒന്നും പറഞ്ഞില്ല. എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോട്ടെ, എന്നെ എത്ര തല്ലി ചതച്ചാലും വേണ്ടില്ല, എനിക്ക് എൻ്റെ മുഹ്സിനിയെ അവളെനിക്ക് തിരിച്ചു കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളിയെല്ലാം കളിച്ചത്. പക്ഷേ ഞാൻ കളിച്ച കളി അല്പം കൂടിപ്പോയോ എന്നൊരു സംശയം എനിക്കും ഇല്ലാതില്ല. കാരണം 1.5 മാസത്തോളം ആ പാവപ്പെട്ട പെൺകുട്ടിക്ക് ഞാൻ വിളിച്ചില്ല, വാട്സപ്പിൽ മെസ്സേജ് അയച്ചില്ല, അവൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയില്ല. അങ്ങനെയൊക്കെ ഞാൻ അവളെ ഒത്തിരി അങ്ങ് കഷ്ടപ്പെടുത്തി. എങ്ങനെയെങ്കിലും ഉമ്മയുടെ പ്രീതി പിടിച്ചു പറ്റി ഉമ്മയുടെ ഇഷ്ടങ്ങൾ നേടിക്കൊടുക്കുക, എന്നിട്ട് അവളെ സ്നേഹിക്കുക എന്നതായിരുന്നു അവൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ എല്ലാം കയ്യിൽ നിന്ന് പോയോ എന്നുള്ള ഒരു ഭയവും സിനാനുണ്ട്. അവനാകെ വിഷമിച്ചു നിൽക്കുകയാണ്. ഉമ്മയുടെ വിചാരം ഇവളെ ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് അവളുടെ കൂടെ ജീവിക്കുകയാണെന്നാ. എന്തായാലും ഇങ്ങോട്ട് കയറി വരാത്തും വലിയ ഭാഗ്യം. എന്താണ് ചെയ്യുക? ഒരു പിടുത്തവുമില്ല. റബ്ബേ, ഞാൻ എന്താ ചെയ്യുക? എനിക്ക് ഓളില്ലാതെ ജീവിക്കാൻ കഴിയില്ലല്ല. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ഓളെ. അവളില്ലാത്ത ഒരു ജീവിതം എനിക്ക് പഠിച്ചവനായിട്ട് തരുന്ന ശിക്ഷയാണിത്. 1.5 മാസത്തോളം അവളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു, ഇടങ്ങാറാക്കി. അവൾ എത്രയോ കരഞ്ഞു പറഞ്ഞിട്ടും എനിക്ക് ഒട്ടും ദയ തോന്നിയില്ല. അപ്പോഴെല്ലാം എനിക്ക് ഉമ്മയുടെ ഭാഗം മാത്രമായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഭാര്യയെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഉമ്മയെ സംരക്ഷിക്കുന്നതിലും പടച്ച റബ്ബിന് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. 2 പേരെയും ഒരുപോലെ നോക്കണം, സംരക്ഷിക്കണം. അതാണ് പടച്ച റബ്ബ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരാളെ കണ്ണീരിലഴ്ത്തി വിഷമിപ്പിച്ച് മറ്റൊരാളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മുടെ ഇസ്ലാമിലില്ല. അല്പം വൈകിപ്പോയി. ഏറി വന്നാൽ ഒരാഴ്ച, അതിനപ്പുറത്തേക്കായിട്ട് അവളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ എന്താ റബ്ബേ ചെയ്യാം? എനിക്കറിയുന്നില്ല. എൻ്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റ് തന്നെയാണ്. അതുതന്നെയാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഞാൻ ഉമ്മയെ പറയുന്നില്ല. എന്തിനാ ഉമ്മാനെ പറയുന്നത്? ഞാനായിട്ട് തീരുമാനിച്ചതാണ് ഇതൊക്കെ. ആ സമയം മുഹ്സിനയുടെ വീട്ടിൽ ആങ്ങള, മോളെ മുഹ്സിയെ. എന്തിക്കാക്ക? മുഹ്സിയെ, കാക്കാൻ്റെ കുട്ടി ഇതുവരെ എങ്ങനെ അവിടെ പിടിച്ചു നിന്നു? എങ്ങനെ ഇതുവരെ നീ ഒറ്റപ്പെട്ടു നിന്നു? അത് പറ. ഇത്രയും വേദനയും വിഷമം സഹിച്ച് ആ കാര്യം എൻ്റെ കുട്ടിഞ്ഞ് മനസ്സൊന്ന് വിട്ടേക്കിട്ടോ. ഒരിക്കലും അങ്ങനൊരു ബന്ധം നമുക്കിനി വേണ്ട. എന്തിന്? ജീവിതത്തിലെ ഒരു ഭാര്യയും ഭർത്താവും, അതാണ് എപ്പോഴും നല്ലത്. അതിനിടയിൽ മറ്റൊരാൾ കയറി വരുമ്പോൾ എന്തൊക്കെ തന്നെയായാലും അവിടെ സ്വരച്ചേർച്ച വരും. അതുമല്ല, എൻ്റെ പെങ്ങളോട് അങ്ങനെ പറയാൻ തോന്നിയല്ലോ. അറബിയും മങ്ങാനും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി തീരും? സിനാൻ്റെ ഗൾഫിലെ പണി വരെ കളയാൻ അറബിയമ്മ വിചാരിച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ മുഹ്സിനിയുടെ ആങ്ങൾക്ക് നല്ല രീതിയിൽ ടെൻഷനുണ്ടായിരുന്നു തൻ്റെ അളിയൻ ഇങ്ങനെ ചെയ്തത് ആലോചിച്ചിട്ട്. അദ്ദേഹം ഓർത്തു, ഓഹ്, എത്ര സന്തോഷത്തോടു കൂടിയായിരുന്നു ഞാൻ മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഉസ്താദിൻ്റെ ഭാര്യ നൂർ ഫാത്തിമയെ കാണുവാൻ വേണ്ടി പോയി. എന്നാൽ പെങ്ങന്മാരുടെ കാര്യം പറഞ്ഞു. അറബിയമ്മ പറഞ്ഞു, നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാം റെഡിയാക്കാമെന്ന്. അവരെ കണ്ടപ്പോൾ തന്നെ അങ്ങനെ സന്തോഷകരമായ രീതിയിലാണ് ഈ ഒരു വിവാഹത്തിന് വേണ്ടി, അതും അറബിയമ്മയുടെ വിശ്വസ്തനായ സേവകനായ ബഷീർക്ക, അദ്ദേഹത്തിൻ്റെ മകനെ കൊണ്ട് എൻ്റെ പെങ്ങളെ കല്യാണം കഴിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ എൻ്റെ കുട്ടി കുറേ കഷ്ടപ്പെട്ടു. അവിടെ പോയിട്ട് ഒരുപാട് ഇറങ്ങാറായി. അവൾ ഒന്നും പുറത്ത് പറയാതെ
എല്ലാം മനസ്സിനുള്ളിൽ ഒളിപ്പിച്ച് ക്ഷമിച്ച് സഹിച്ച് നടന്നു. പക്ഷേ അവസാനമായി ഇങ്ങനെയൊരു ഗതിയും എൻ്റെ കുട്ടിക്ക് വന്നു. സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിനെ നിക്കാഹ് കഴിച്ച് അവളുടെ മുമ്പിലേക്ക്. ഹേയ്, എൻ്റെ കുട്ടി ഒരുപാട് ഇടങ്ങാറായതാണ്. കാക്കാൻ്റെ മോള് ഇനി പോവരുത് കേട്ടോ മുസ്സിയെ. എനിക്ക് സഹിക്കൂലടി, നീ പോയാൽ എനിക്ക് സഹിക്കൂല. ഉപ്പാൻ്റെ ആത്മാവിനോട് പൊറുക്കൂല. ഉപ്പ എല്ലാം കാണുന്നുണ്ടാവും ഒരു പക്ഷേ. ഉപ്പ എൻ്റെ കുട്ടീനെ ആരാ ബുദ്ധിമുട്ടാക്കണത്, ഇടങ്ങാറാക്കണത്, അതങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഉപ്പ എത്ര വേദനിക്കും. അതൊക്കെ എനിക്കായിരിക്കും. ഞാൻ നോക്കിയില്ല പറഞ്ഞില്ല എന്നായിരിക്കും. അതുകൊണ്ട് എൻ്റെ പെങ്ങന്മാരും ഉമ്മാരെയും ഒരിക്കലും വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുഹ്സിനയുടെ ആങ്ങള സങ്കടത്തോടെയാണ് അത് പറഞ്ഞത്. മുഹ്സിയെ, ഞാൻ കുറച്ചായി ശ്രദ്ധിക്കുന്നു. കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് നിൻ്റെ മുഖത്ത് ഞാനൊരു പുഞ്ചിരി കണ്ടിട്ടില്ല. ഹൃദയം നിറഞ്ഞ ഒരു ചിരി ഞാൻ കണ്ടിട്ടില്ല എൻ്റെ മുഹ്സിയെ. എന്തായിരുന്നു നിൻ്റെയൊക്കെ ബാക്കിൽ? എന്തുകൊണ്ട് നീക്കിയോട് പറയാതിരുന്നത്? അങ്ങനെയാണെങ്കിൽ അന്ന് തന്നെ അത് പറയണ്ടേ മോളെ. ഇപ്പോൾ പ്രശ്നം ഇത്രയും വലിയതായി തീർന്നില്ലേ? അതൊക്കെ തേപ്പിൽ നുള്ളി കൊടുക്കണ്ട മോളെ. അങ്ങനെ ആവുമ്പോഴല്ലേ എല്ലാം മറച്ചു വെച്ച് മൂടി വെച്ച് നിന്നിട്ട് കാര്യമില്ല. പറയാനുള്ളത് പറയുന്നെ വേണം. തെറ്റ് പറ്റിപ്പോയില്ലേ? സാരല്ല. ഇക്കാൻ്റെ ജീവൻ ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടിയെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ എത്തിക്കും. നോക്കിക്കോ. വേണ്ട വേണ്ടിക്ക. അല്ല, അതിന് പറ്റിയ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഒരു ചീത്ത സ്വഭാവം ഒന്നുമില്ലാത്ത നല്ല ആൺകുട്ടികൾ എൻ്റെ കയ്യിലുണ്ട്. എന്താ, എൻ്റെ കുട്ടിക്ക് സുഖമായ സുന്ദരമായൊരു ജീവിതമല്ലേ വേണ്ടത്? ബ്രദർ വിചാരിക്കുന്നു ആദ്യം തന്നെ ഒരു ഉസ്താദിനെ കൊണ്ട് കെട്ടിച്ചാൽ മതിയായിരുന്നു. എൻ്റെ ചെറിയ പെങ്ങള് എന്തൊക്കെ തന്നെയായാലും ഒരു ഉസ്താദ് തന്നെയാണ് കാണാൻ വന്നിട്ടുള്ളത്. പഠിച്ചവനെ ഓളെ ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കല്ല. അറബിയമ്മ പറഞ്ഞിട്ടാണ് ഇതിന് നിന്നത്. പക്ഷെ അറബിയമ്മ വേണ്ടാത്തത് ഒന്നും പറയൂലല്ലോ. നമ്മുടെ കുട്ടിയുടെ ഭാവി നല്ലതാവണമെന്നേ. പക്ഷേ ആ ഉമ്മക്കാണെങ്കിലും എൻ്റെ കുട്ടീനെ ഒരുപാട് ഇടങ്ങാറാക്കിയിട്ടുണ്ട്. മുഹ്സിനയുടെ ആങ്ങള സങ്കടപ്പെടുകയാണ്. സത്യം പറഞ്ഞാൽ തൻ്റെ ഇക്കാക്കിയുടെ കണ്ണുനീർ അത് കണ്ടപ്പോൾ മുഹ്സിനയ്ക്ക് ഒന്നുകൂടി സങ്കടം വന്നു. ശരിയാണ്, 1.5 മാസത്തോളം ഞാനിവിടെ കണ്ണീര് കുടിച്ച് അവിടെയും ഇവിടെയായിട്ട് നിന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും സിനാൻ എന്നെ വിളിച്ചിരുന്നില്ല. എന്ത് കാര്യത്തിന്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട്? മുഹ്സിനയുടെ മനസ്സിലും വല്ലാത്ത സങ്കടമായി മാറി. ശരിയാണ്, ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എന്നാലും സിനുവിൻ്റെ സ്നേഹം കിട്ടുമ്പോൾ എനിക്ക്. പക്ഷെ സിനു വിളിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് സിനു. എന്നാലും ഇത്രയധികം ദിവസം അവൾക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ സഹിക്കാനേ കഴിയുന്നില്ല. റബ്ബേ, എല്ലാം ഞാൻ ക്ഷമിച്ചു സഹിച്ചു. പഠിച്ചവനെ, എങ്ങനെയെങ്കിലും എനിക്ക് സിനുവിൻ്റെ കൂടെ തന്നെ ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ സിനു എന്തൊക്കെ തന്നെയായും അവളുടെ കൂടെ തന്നെ ആയിരിക്കും. ആയിക്കോട്ടെ, അവർ ജീവിച്ചോട്ടെ, എങ്ങനെയെന്ന് വെച്ചാൽ കഴിഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഭാര്യ എന്നുള്ള ആ ഒരു വാക്ക്, അത് സിനാൻ്റെ ഭാര്യ, അതെനിക്ക് എന്നും ഇഷ്ടമാണ്. മരിക്കോളം അതെനിക്ക് പറയാനുള്ളൂ. എന്നാൽ ഈ സമയം സിനാൻ്റെ ഉമ്മ വിചാരിക്കുന്നത്, പഠിച്ചോനെ, ഇറ്റങ്ങൾക്കൊരു കുട്ടി ഉണ്ടായി കിട്ടിയാൽ മതിയായിരുന്നു. വേഗമൊന്ന് ഒരു കുട്ടി ഉണ്ടായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ സുഖമായി. എന്നിട്ട് മറ്റോളേതായാലും ഇനിയിപ്പോൾ അസുഖമൊക്കെ മാറിയിട്ട് വരട്ടെ. ഇവൾക്കൊന്നും ഉണ്ടായി കിട്ടിയാലും വലിയ തന്നെയാണ്. മറ്റോൾക്ക് ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കൂല ഉണ്ടാകാൻ. അങ്ങനെ ഓളെങ്ങാനും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഓള് റെസ്റ്റും കാര്യമായിട്ട് ഇവിടുത്തെ പണിയും കാര്യം നോക്കാൻ പിന്നെ ആരാ അവിടെ ഉണ്ടാകുക? മുഹ്സിനെ കൊണ്ടുവരാനേ പറ്റൂല. ഞാൻ തന്നെ നാളെ പോകും ഓളെ കൊണ്ടുവരാൻ. എന്താപ്പോൾ എൻ്റെ മോൻ കെട്ടി പെണ്ണിനെ കൊണ്ടുവരാൻ എനിക്കിപ്പോൾ എന്താ മടി? എനിക്ക് ഒരു മടിയില്ല. ഓളിപ്പോൾ അങ്ങനെ ഓളെ സുഖിച്ച് നിൽക്കണ്ട. ഇവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ നോക്കാൻ പിന്നെ ഓളല്ലാതെ ഇവിടെ ആരാ? സിനാൻ്റെ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ ഒന്നിനും കാക്കണ്ട. ഓള് മുതലാഴ്ചയല്ലേ, തറവാട്ടുകാരൊക്കെ അല്ലേ. ഇനി പഠിക്കാനും പോവുകയാണല്ലോ. ഒരു പ്ലേറ്റ്, ഒരു കുടിച്ച ഗ്ലാസ് വരെ ഓള് നീക്കി വെക്കൂല. അതാണ് കുട്ടി ആള്. എന്തെങ്കിലുമൊക്കെ ഒന്ന് പെരന്നൊക്കെ കിടക്കുമ്പോൾ ഒന്ന് അടക്കി ഒതുക്കി വെക്കുക. ഒന്നുമില്ല. എൻ്റെ റബ്ബേ, ചില സമയത്ത് വിചാരിക്കും ഏത് സമയത്താണ് എനിക്കൊരു ബുദ്ധി തോന്നിയത്. എൻ്റെ കാര്യം ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല. എന്തൊക്കെ തന്നെയാലും വേണ്ടിയില്ല, ഒരു കുട്ടി ഉണ്ടായി കിട്ടട്ടെ വേഗമൊന്ന്. മുഹ്സിനൊക്കെ ഉണ്ടാവരുത്, അതിനുള്ള പണി അവിടെ കാട്ടി വെച്ചിരുന്നു. പക്ഷെ എൻ്റെ പൊന്നാര മോന് മുഹ്സിനയോടാണ്
ഇപ്പോഴും ഓനക്ക് ഇഷ്ടം. ഞാൻ പല വട്ടങ്ങളിലായിട്ട് ഞാനത് ശ്രദ്ധിച്ച കാര്യമാണ്. അന്ന് വൈകുന്നേരം അതാ മരുമകൾ ഉമ്മയുടെ അടുക്കലേക്ക് വരുന്നു. എന്തിപ്പോൾ പതിവില്ലാതെ? ഉമ്മ. ആ എന്തേ മോളെ? ഷാഹിന. ഉമ്മ, നാളെ മുതൽ ഞാൻ ക്ലാസ്സിന് പോകണം. 7 മണിയാകുമ്പോഴത്തേന് എനിക്ക് ഫുഡ് ആവണം കേട്ടോ. പിന്നെ ഈവനിങ്ങിൽ 5:30 6 മണി എന്തൊക്കെ തന്നെയാലും ആവും. അപ്പോൾ എനിക്കിനി മുതൽ ഇവിടെ ഒരു ഹെൽപ്പും കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് കഴിയൂല കേട്ടോ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം. അതെല്ലാം കൂടി കേട്ടപ്പോൾ ആകെ ഉമ്മാക്ക് ടെൻഷനായി. എൻ്റെ റബ്ബേ, ഞാൻ വീണ്ടും പെട്ടു. എൻ്റെ മനസ്സിലാണ് അസൂയും കുശുമ്പും കുന്നായ്മയും കൂടിക്കൂടി വരികയാണ്. ഇപ്പം ഞാൻ കാട്ടെ, എനിക്കൊരു പിടുത്തമില്ല. ഓ എൻ്റെ റബ്ബേ, ഇനിയെങ്ങാനും സിനാന് ഓളടുത്തേക്ക് പോകാൻ ഞാൻ മതിയായിരുന്നു. അന്ന് അതാ സിനാന് വന്ന് കയറിയിട്ടുള്ളൂ കടയിൽ നിന്ന്. സിനാനെ. എന്തുമ്മ? ഉമ്മാൻ്റെ കുട്ടി ഒന്നും നിങ്ങളുടെ അടുത്തേക്ക് വന്നാണ്. എന്തു പറ്റി? ഉമ്മാൻ്റെ കുട്ടീനോട് ഉമ്മ ഒരു കാര്യം പറയാം. ഓളെ പെരക്കാർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ കുട്ടി ഒരിക്കലും ഓല പിന്നാലെ പോകരുത് കേട്ടോ. ഓല പിന്നാലെ പോയിട്ട് ഒരു കാര്യമില്ല. അത് ശരിയല്ല. ഓലങ്ങോട്ട് കൊണ്ടാക്കി തരട്ടെ, അല്ലാതെ നമ്മൾ ഓളെ പിന്നാലെ ഇങ്ങനെ പോകരുത്. നടക്കുന്നത് ശരിയല്ല മോനെ. ഇജെന്താ ഇങ്ങനെ? ഉമ്മ, അത് പിന്നെ ഞാനിപ്പോൾ ഒന്നും എന്നോട് പറയണ്ട, എനിക്ക് അതേ പറയാനുള്ളൂ. പിന്നെ എൻ്റെ സിനാനെ, നിങ്ങൾ ടൂറും കാര്യമൊന്നും പോകണില്ലേ? എല്ലാവരും ചോദിക്കണ്ട ഓല് ഇവിടെ ഉണ്ടോ ടൂർ ചോദിക്കണം. ഇപ്പം തന്നെ കല്യാണം കഴിഞ്ഞൊരു ടൂറാണല്ലോ. ഉമ്മാൻ്റെ കുട്ടി ഒന്ന് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടെങ്കിലും ഓളൊന്ന് പിടിച്ചുകാണ്ട് ഇല്ലെങ്കിൽ ഒന്ന് പോയിക്കോ. കാർ എടുക്കണം എന്നില്ല, ബൈക്കുമ്പോൾ പോയിക്കോ, എന്നാലേ കാണുള്ളൂ. കാർ എടുത്തപ്പോൾ ആരെ കാണില്ല, ഒരു നോട്ട മുഖം ഒന്ന് കാണുന്നില്ല. അതും ചിലപ്പോൾ എൻ്റെ കുട്ടി ഓളെയും കൂട്ടി ഒന്നാണ് പൊയ്ക്കടാ. അല്ല സിനാനെ, ഓല പെരക്കാർക്ക് സൽക്കാരും കാര്യങ്ങളൊന്നും അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെയായിട്ട്. നമ്മളങ്ങോട്ടും പറഞ്ഞിട്ടില്ല. ഉമ്മ, സൽക്കാരും കാര്യമൊക്കെ എന്തിനാ മനക്കയച്ച് കൊണ്ടുവന്നവന് അതിൻ്റെ മേലുണ്ടോ? സൽക്കരിക്കണ നിർബന്ധമൊന്നുമില്ല. അത് ഇഷ്ടമുണ്ടെങ്കിലാവാം, അങ്ങനെ ഉള്ളൂ. എന്നാലും എൻ്റെ പൊന്നുമോനെ, എല്ലാവരും വിളിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പോകാത്തത് വലിയ മോശമായിപ്പോയി. ഒന്നാണ്ട് മാറ്റി ഒരുങ്ങി നടന്നുകൂടെ? എന്ത് രസമുള്ള പെൺകുട്ടികളെ മാറ്റിയാലൊക്കെ. ഒന്ന് മാറ്റി ഒരുങ്ങിയിട്ട് അതിലൊക്കെ ഒന്ന് പോയേക്ക് എൻ്റെ പൊന്നുമ്മ. അതൊക്കെ ഒരു ടൈം ഉണ്ടാവുമല്ലോ, ഇൻഷാ അല്ലാ. ഇപ്പോഴൊന്നും നടക്കൂല. എൻ്റെ സിനാനെ എനിക്ക് നന്നായിട്ടറിയാം. ആ കുട്ടീനെ ഇതിനെ ഇടങ്ങാറാക്കണത്. നാളെ മുതൽ ക്ലാസ് തുടങ്ങുകയാണ്. കൊണ്ടാക്കി കൊടുത്തോണ്ട് കേട്ടോ. രാവിലെയൊക്കെ വൈകുന്നേരം കൊടുന്നും ചെയ്തോണ്ട്. നമ്മൾ ആ കുട്ടിയെ നോക്കണില്ല എന്നുള്ളതിലേക്ക് വരരുത്. ഉമ്മ ഓരോന്ന് പറയുന്നു. സിനാന് അതൊന്നും കേൾക്കാതെ മിണ്ടാതെ നിൽക്കുന്നു. എന്താ സിനോ, എനിക്കെന്തൊരു ഇത്? എന്ത്? ഞമ്മക്കൊന്നും അങ്ങനെ ഒന്നുമില്ല ഒരാളോടും ഒന്നും. എൻ്റെ പൊന്നാര കുട്ടിയെ എന്തായാലും വേണ്ടിയില്ല. ഞാൻ പറഞ്ഞ കാര്യം എൻ്റെ കുട്ടി ചെയ്യുകയാണെങ്കിൽ എനിക്ക് വിജയം ഉണ്ടാവും, അത് ഉറപ്പാണ്. ഉമ്മയുടെ ആ വാക്കുകൾക്ക് മുമ്പിൽ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ നിസ്സഹായനായി നിൽക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സിനാന്. ഭാര്യയോടൊപ്പം സന്തോഷത്തോടെ ഒന്ന് ജീവിക്കാൻ വരെ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. എല്ലാം കൂടി കൂടിക്കൊഴുകയാണല്ലോ റബ്ബേ. എന്താ ഞാൻ ചെയ്യുക? മുസ്സിയെ, നീ ഇല്ലാതെ ഒരു ദിവസം എനിക്ക് സന്തോഷമില്ലടി. നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണം, പ്രത്യേകിച്ച് ഈ ഒരു രാത്രികളിൽ. മുസ്സി, നീ ഇല്ലാതെ എനിക്കാവുന്നില്ല പെണ്ണേ. നിനക്ക് പറഞ്ഞൂടെ നിൻ്റെ വീട്ടുകാരോട്? സിനാൻ കരയുകയാണ്. സിനാനെ മുസ്സിനെ എങ്ങനെയെങ്കിലും അടുത്ത് കിട്ടണം, അതാണ് ആഗ്രഹം. പക്ഷേ വീട്ടിൽ നിന്ന് അവളുടെ ആങ്ങള വിടാൻ തയ്യാറല്ലായിരുന്നു. തൻ്റെ പെങ്ങളെ വേദനിപ്പിച്ച ആ വീട്ടിലേക്ക് ഇനി ഒരിക്കലും തൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ വിടില്ല എന്നുള്ള വാശിയിലാണ് അദ്ദേഹം. കാരണം ഒന്നും അറിഞ്ഞില്ല, ആരും പറഞ്ഞതുമില്ല. സ്വന്തം പെങ്ങൾ വരെ അവളുടെ ബുദ്ധിമുട്ട്, പ്രയാസം, പ്രശ്നങ്ങൾ പറഞ്ഞില്ല. എന്നാൽ ഒരാൾ പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. എൻ്റെ റബ്ബേ, എൻ്റെ പെങ്ങളെ എത്ര സന്തോഷത്തിലാണ് ഞാൻ അവരെ വളർത്തിയുണ്ടാക്കിയത്. എൻ്റെ ഉപ്പ ഏൽപ്പിച്ചു പോയതാണ് എൻ്റെ പെങ്ങന്മാർ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടായാൽ അതിൻ്റെ ഒരു പങ്ക് എനിക്കുള്ളതുപോലെ തന്നെയാണ്. എൻ്റെ ഉപ്പയോട് എനിക്ക് സമാധാനം പറയേണ്ടി വരും. ഒരിക്കലും സിനാൻ്റെ കൂടെ മുഹ്സിനയെ പറഞ്ഞയക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവൻ നിൽക്കുന്നത്. കാരണം അവൾ അനുഭവിച്ച വേദനകൾ, യാതനകൾ, വിഷമങ്ങൾ ഇനിയൊരിക്കലും അവൾക്ക് ഉണ്ടാതിരിക്കുവാൻ കൂടി വേണ്ടിയിട്ടാണ് മുഹ്സിനയുടെ ആങ്ങള അങ്ങനെ പറയുന്നത്. പറ്റുകയാണെങ്കിൽ ആ ബന്ധം ഒഴിവാക്കിയിട്ട് വേറെ ബന്ധം നോക്കണം. നല്ല സോലിഹായ എത്രയോ ചെക്കന്മാരുണ്ടാവും, അവരൊന്നും ഇവൻ ചെയ്ത ഈ ഒരു പ്രവൃത്തി ചെയ്യില്ല എന്നെനിക്ക് തോന്നാണ്. ഉമ്മയുടെ മുമ്പിൽ നിന്ന് അവളുടെ ആങ്ങള അത് പറയുമ്പോൾ അവൾ അത് ചെവിയോർക്കും. റബ്ബേ,
സിനു, അത് മാത്രമേ ഉള്ളൂ എനിക്ക്. അതാദ്യം ഇപ്പോഴും അങ്ങനെ തന്നെ. എന്നെയൊക്കെ ഒരുപാട് ഉപദ്രവിച്ചപ്പോഴും എന്നോട് മിണ്ടാതെ നിന്നപ്പോഴൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ അത് മാത്രമായിരുന്നു. മുഹ്സിനയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ്. എന്തൊക്കെ തന്നെയാലും അവിടെ ഒരു പെണ്ണുണ്ട് സിനുവിന്. പിന്നെ ഞാൻ എന്തിന്? അവളുടെ മനസ്സിലും ചെറിയ രീതിയിലുള്ള ഓരോ വിള്ളലുകൾ വീണു തുടങ്ങുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച്. എന്നാലും സിനു എന്നോടത് ചെയ്യണ്ടില്ലായിരുന്നു. എനിക്കത് അവൾക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനുണ്ടായിരുന്നു. അവൾ അവളുടെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ. എന്താ കുട്ടിയെ? ഉമ്മാൻ്റെ കുട്ടിക്ക് എന്തേ? ഉമ്മ, ഞാൻ സിനുവിൻ്റെ കൂടെ പോട്ടെ. എൻ്റെ പൊന്നാര പെണ്ണേ, നീ എന്ത് കരുതിയിട്ട് അങ്ങോട്ട് പോകണത്? അവിടെ ഒരു പെണ്ണുള്ള കാര്യം നിനക്കറിയില്ലേ? ഇനിയും എൻ്റെ കൂടെ പോകാൻ എനിക്ക് ഇത്രയും നല്ല ചിത്രങ്ങൾ കാട്ടിക്കൂട്ടി ഓൻ്റെ മുമ്പിൽ ഓൻ്റെ കൂടെ. ഉമ്മ, ഇല്ല, സിനു അങ്ങനെ കാട്ടിയിട്ടില്ല. ആര് പറഞ്ഞേ? ഞാൻ ശ്രദ്ധിക്കണില്ല എന്നൊക്കെ വിചാരം. നീ ഇവിടെ വരുമ്പോഴൊക്കെ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര ദിവസം സിനാൻ എനിക്ക് വിളിക്കാതെ നിൽക്കണേ? അതൊന്നും എനിക്ക് അറിയിട്ടില്ല. എൻ്റെ പെറ്റുമ്മയാണ്. എൻ്റെ മനസ്സിൽ വിഷമമുണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലും ആദ്യം മുഖത്ത് കാണും. എനിക്ക് നന്നായിട്ടറിയാം. എല്ലാ കഥകളും ഉമ്മയും അറിഞ്ഞു കഴിഞ്ഞു എന്ന് മുഹ്സിനക്ക് ബോധ്യപ്പെട്ടു. ആദ്യമൊക്കെ ഉമ്മ നല്ല രീതിയിൽ ചോദിക്കുമായിരുന്നു. ഇപ്പോൾ ഉമ്മക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഇനിയും എൻ്റെ കുട്ടിനെ ബലിയാടാക്കാൻ അങ്ങോട്ട് വിടൂല എന്നുള്ള വാശിയിലാണ് ഉമ്മയും. കാരണം ഒരുപാട് എൻ്റെ കുട്ടിയോടെ കഷ്ടപ്പെട്ടിക്കണ്. പക്ഷെ ഇതും കൂടി കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം. മോളെ, മുഹ്സിയെ. എന്തോ ഉമ്മ? ഉമ്മാൻ്റെ കുട്ടിക്കണ് മറന്നാലിട്ടാ ഓല് കാട്ടിക്കൂട്ടിയതൊക്കെ എനിക്ക് അറിയണമല്ലേ? ഒരാളെങ്കിലും ഒരാൾ എൻ്റെ കുട്ടിക്ക് എന്നും ഉപദ്രവത്തിനായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഉമ്മാൻ്റെ കുട്ടി ഇതൊക്കെയാണ് മറന്നാളി. നമുക്ക് ഇൻഷാല്ല വേറെ നോക്കാം. ഉമ്മ, നിങ്ങൾ എന്തേ പറയുന്നത്? എനിക്ക് എന്താ മോളെ പിന്നെ ചെയ്യാം? ഓലെങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി ആണെയാണ് എനിക്കിഷ്ടം. അത് ഉമ്മ, അതങ്ങനെയൊന്നല്ല കാര്യങ്ങൾ. പൊന്നാരൻ്റെ കുട്ടി ഇഞ്ഞിട്ടും എനിക്ക് ഓനെ വെറുത്തിയില്ല. അതാണ് അത്ഭുതം. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിന് വെറുത്തിയില്ല. അവിടെ അങ്ങനെ ഇട്ടൊക്കെയാണ്. ആയിക്കോട്ടെ, ഓല മനസ്സൊക്കെ അങ്ങനെ പഠിച്ചോൻ കാക്കട്ടെ. എന്തൊക്കെ തന്നെയായാലും മുഹ്സിന സിനാനെ വിളിച്ചുകൊണ്ട് പോകുമോ, അതോ സിനാൻ മുഹ്സിനയുടെ അടുക്കൽ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരുമോ എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾക്ക് ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അതിലുണ്ട് എല്ലാ സ്റ്റോറിയും ഇപ്പോൾ നേരം വൈകുകയാണല്ലോ എന്നുള്ളത്. ശരിയാണ്, ആദ്യമൊക്കെ ഞാൻ പകലും ഒക്കെ ചെയ്തു വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം കൂടി രാത്രിയായിട്ടും വൈകുന്നേരമായിട്ടും അത് ഇങ്ങനെ റെഡിയായി യൂട്യൂബൊക്കെ ഇങ്ങനെ ചാടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം പിടിക്കും. അതാണ് സംഭവം, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇൻഷാല്ലാ നേരത്തെ വിടാൻ വേണ്ടി ഒരുപാട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ മോളെ മദ്രസിട്ട് വരലും പിന്നെ പറഞ്ഞേക്കലും പിന്നെ ക്ലീനിങ് കാര്യങ്ങൾ പണിക്കാർ അങ്ങനെയൊക്കെ ആയി വരുമ്പോൾ ആണ് ഒരുപാട് നേരം വൈകണത്. അപ്പോൾ ഇൻഷാല്ലാ നേരത്തെ വിടാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.